So, discussing about post-colonialism, we have discussed some small topics about post-colonialism in the last class. I mean, in the last class. Now, moving on to post-colonialism. Post-colonialism is a period of time after colonialism, and post-colonial literature characterized by its opposition to the colonial. അപ്പോൾ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളോണിയലിസത്തിന് ശേഷമുള്ള പീരിയഡ്, ആ ഒരു പീരിയഡിൽ വരുന്ന കാര്യങ്ങളാണ് പോസ്റ്റ് കൊളോണിയലിസത്തിൽ കൂടുതലായിട്ട് വരിക. ആൻഡ് അഗെയിൻ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് ഒപ്പോസിഷൻ ടു ദി കൊളോണിയൽ. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊളോണിയൽസിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളതും ഈ കൊളോണിയൽസിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് എഴുതിയപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് ലിറ്റററി വർക്ക്സിനെയാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുക. സോ ടുഡേ I'm going to discuss about Frantz Fanon, Edward Said, Homi K. Bhabha, Gayatri Spivak Chakravarti, etc. Okay? അപ്പോൾ ഫ്രാൻസ് ഫാനോൺ നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് റൈറ്റേഴ്സിനെയും അവരേതൊക്കെ രീതിയിലാണ് പോസ്റ്റ് കൊളോണിയലിസം അവരുടെ വർക്കിൽ കാണിച്ചിരിക്കുന്നതെന്നും കൂടിയാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മൂവിങ് ഇൻ ടു ഫ്രാൻസ് ഫാനോൺ ആൻഡ് before discussing about Frantz Fanon, let me tell you that ഈ ഒരു കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, he was a psychiatrist. Okay, Frantz Fanon was a psychiatrist and okay, his full name was Ibrahim Frantz Fanon, and he belongs to French and he was a French West Indies psychiatrist and political philosopher from French country, and he was born on 20th July 19 and died on December 6th 1961. Okay, and major works of Frantz Fanon are A Wretched Earth in 1963, A Black Skin White Mask in 1967. Okay, and he is known for his theory that some neuroses are socially generated and for his writing on behalf of the national liberation of colonialism. ഓക്കെ, സോ ആളുടെ ഒരുപാട് വർക്ക്സും കാര്യങ്ങളും ന്യൂറോസിസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഫ്രാൻസ് ഫാനോൺ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരുപാടായിട്ട് അറിയപ്പെട്ടിട്ടുള്ളത്. ആൻഡ് അഗെയിൻ ഇൻ റൈറ്റിങ്സ് ഇറ്റ് വാസ് ഓൺ ദി ബിഹാഫ് ഓഫ് കൊളോണിയലിസം. അപ്പോൾ കൊളോണിയൽ റൈറ്റിങ്സിനും കൂടുതലായിട്ട് ഫേമസ് ആയിരുന്നു ആര്, ഫ്രാൻസ് ഫാനോൺ. ഓക്കെ, so he discussed psychology of colonialism, dealing with the formation of the self in the colonized as different from that of colonizer. സോ ആൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ലിറ്റററി വർക്ക്സിലൂടെ ഫ്രാൻസ് ഫാനോൺ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ സൈക്കോളജി ഓഫ് കൊളോണിയലിസം. അതായത് ഒരു ഓർത്ത്, അതായത് നമ്മളിപ്പം പേഴ്സണൽ സെൽഫ്, നമ്മളുടെ സെൽഫ് ഉണ്ടല്ലോ, സോ ഓരോ സെൽഫും ഡിഫറെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊളോണിയലിസം എന്ത് ചെയ്തിരിക്കുന്നത്, അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഡീലിംഗ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദ സെൽഫ് ഇൻ ദ കൊളോണൈസ്ഡ് ആസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് കൊളോണൈസർ. സോ നിങ്ങൾക്ക് കൊളോണൈസേഴ്സിന് പൊതുവേ അവർ അഡാപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ തക്കതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അവർ അഡാപ്റ്റ് ചെയ്യുക അവരുടെ കൾച്ചറും ട്രഡീഷനും തന്നെയാണ്. സോ when they come and make a colony in any country, or when they come and when they come and create colonies, they won't lose anything. I mean, they won't have anything to lose, but apart from them, colonizers have many things to lose and colonizers have many things to suffer. സോ ഈ ഒരു കാര്യമാണ് ഫ്രാൻസ് ഫാനോൺ ആളുടെ ലിറ്റററി വർക്ക്സിലൂടെ പറയുന്നത്. ഓക്കെ, സോ എന്താണ് പറയുന്നത് എന്നും കൂടെ പറഞ്ഞു തരാം. അതായത് ഒരു കൊളോണൈസറിനെ സംബന്ധിച്ചിടത്തോളം കാര്യപ്പെട്ടതൊന്നും ലൂസ് ചെയ്യാനില്ല. ബട്ട് ആസ് ഫാർ ആസ് കൊളോണൈസ്ഡ് ആർ ബീങ് കൺസിഡേർഡ്, ദേ ഹാവ് മെനി തിങ് ടു ലൂസ്. അപ്പോൾ അവരുടെ ക്യാരക്ടർ, ട്രഡീഷൻ, അവരുടെ കൾച്ചർ, എവറിത്തിങ് ദേ ഹാവ് ടു ചേഞ്ച്, റൈറ്റ്? Because they can't stick on to their culture and traditions, so they should imitate colonizers. So ഈ ഒരു കാര്യം സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് ആര് ചെയ്തിരിക്കുന്നത്, ഫ്രാൻസ് ഫാനോൺ. ഓക്കെ, സോ ഹിസ് മേജർ വർക്ക്സ് ആർ, his major works that deals with post-colonialism are A Wretched Earth in 1963 and A Black Skin White Mask published in 1967. Hope you all understand
അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഫ്രാൻസ് ഫാനോൺ. സോ ഇത്രയാണ് ഫ്രാൻസ് ഫാനോണിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് അഗെയിൻ ഫ്രാൻസ് ഫാനോണിൻ്റെ വേറെ കുറച്ച് 2 വർക്ക്സും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആൻഡ് ദാറ്റ് ആർ ടുവേർഡ് ദ ആഫ്രിക്കൻ റെവല്യൂഷൻ, ഏലിയനേഷൻ ആൻഡ് ഫ്രീഡം. Okay, toward the African Revolution, alienation and freedom. So that's all about Frantz Fanon. Next we are moving on to Edward Said. Okay, so Edward Said is the second one discussed in your textbook. And സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലുള്ള പോയിൻറ്റ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ സുഖം തോന്നുക. മറ്റേത് എല്ലാം ഒരുപാട് പറയുമ്പം ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ യു. ഓക്കെ, ടെക്സ്റ്റുവൽ വൈസ് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അഗെയിൻ ഇഫ് യു ആർ മൂവിങ് with page by page in the textbook, it will be very difficult for you to follow. Okay, now Edward Said it was he who started the second wave in post-colonial studies. Okay, post-colonial സ്റ്റഡീസിലുള്ള സെക്കൻഡ് വേവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എഡ്വേർഡ് സെഡിലൂടെയാണ്. ആൻഡ് ഹി വാസ് ബോൺ ഓൺ നവംബർ 1st, 1935 and died on 24 September 2000. And he was a professor of literature at Columbia University, a public intellectual and founder of the academic field of post-colonial studies. Okay, ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ ആണ്, അക്കാദമിക് ഫീൽഡ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിൻ്റെ ഫൗണ്ടറും ആണ് എഡ്വേർഡ് സെഡ്. ഓക്കെ, ആൻഡ് അഗെയിൻ his book Orientalism, which was published in 1978, is very well known for his writing. And how the Western world perceives the Orient. Said's model of textual analysis transformed the academic discourse of researchers in literary theory, literary criticism and Middle Eastern studies. Okay, so to him post-colonialism is marked by epistemology. Okay, so ഒരുപാട് ഓറിയൻ്റലിസം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിലൂടെയാണ് നമ്മളുടെ എഡ്വേർഡ് സെഡ് സെക്കൻഡ് വേവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആളുടെ ഓറിയൻ്റലിസം 1978 പബ്ലിഷ് ചെയ്തതാണ്. ഓക്കെ, സോ അതിൽ തന്നെ എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ മാർക്ക്ഡ് ബൈ എൻ എപ്പിസ്റ്റമോളജി, അതായത് 3 എക്സാമ്പിൾസ് ഓഫ് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞിട്ട് ട്രൂത്ത്, ബിലീഫ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, സോ what do you mean by epistemology? It means the theory of knowledge, especially with regard to its methods, validity and scope, and the distinction between justified belief and opinion. Okay, അപ്പോൾ എപ്പിസ്റ്റമോളജി ആണ് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനശാസ്ത്രം, അതാണ് എപ്പിസ്റ്റമോളജി. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് പോസ്റ്റ് കൊളോണിയലിസം മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് പോസ്റ്റ് കൊളോണിയലിസത്തിലുള്ളത് ജ്ഞാനശാസ്ത്രമാണ്. അതായത് എന്താണോ വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, എന്താണ്, അതായത് ഒരു നോളേജിൻ്റെ തിയറി, ആ ഒരു തിയറി നോളേജ് എന്താണ്, അതിൻ്റെ മെത്തേഡ്സും അതിൻ്റെ സ്കോപ്പും അതിൻ്റെ ഡിസ്റ്റിങ്ഷനും അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും ഒപ്പീനിയനും ഒക്കെ തന്നെ ബേസ് ആയിട്ടാണ് അതിൻ്റെ കാര്യങ്ങളുള്ളത് എന്നാണ്, അല്ലെങ്കിൽ അതിനെ ഒരു പെർട്ടിക്കുലർ സാധനത്തിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ്. സോ അതാണ് എഡ്വേർഡ് സെഡ് ഓറിയൻ്റലിസത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് എഡ്വേർഡ് സെഡ്. എഡ്വേർഡ് സെഡിൻ്റെ കാര്യത്തിൽ പറയുന്നത് ഈ ഓറിയൻ്റലിസവും 1978 പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഓറിയൻ്റലിസത്തിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ അവരുടെ എപ്പിസ്റ്റമോളജിക്കൽ സ്റ്റഡീസിനെ പറ്റിയിട്ടുമാണ്. ഇഫ് യു റിഫർ യുവർ ടെക്സ്റ്റ് ബുക്ക് യു വിൽ ബി ഗെറ്റിംഗ് മോർ അബൌട്ട് എഡ്വേർഡ് സെഡ്. ഓക്കെ, ആൻഡ് ഹിസ് നോട്ടബിൾ വർക്ക്, you need his notable work, right? So okay, you will be having a doubt about what is Orientalism. Orientalism is a source of a false cultural representation with which the Western world perceives the Middle East, the narratives of how the West sees the East. Okay, അപ്പോൾ ഓറിയൻ്റലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൾസ് കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഈ ഫോൾസ് കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ത്യ itself was a colonized, right? So ഇന്ത്യനെ ബ്രിട്ടീഷുകാർ വന്ന് കോളനീസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് what happens is that they have created their own tradition, they have tried to create their own tradition and culture in India. So what happens is that a student, a person or a small child who is growing up in that a particular time will face so many difficulties. Okay, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും and what she or he watches was സംതിങ് ഡിഫറെൻറ്റ് അല്ലേ. അവർ ഒരു കോളനി ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ അവരുടെ അവിടെയുള്ള കൾച്ചറും ട്രഡീഷനും എൻ്റയർലി ഡിഫറെൻ്റായി മാറുകയാണ്. സോ ദേ ആർ
I mean, colonized are forced to follow the path of culture in which the colonizers are being living. അപ്പോൾ കൊളോണൈസർ ജീവിക്കുന്ന രീതിയിലുള്ള കൾച്ചർ എന്ത് ചെയ്യാൻ അത് എന്തായിരുന്നു അത് ഫോളോ ചെയ്യാനാണ് അവരെ പ്രേരിപ്പിക്കുക അല്ലേ, അല്ലെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്യുക. സോ അവിടെ ഒരു സെൽഫിൻ്റെ ലോസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളുടെ ഒരു സെൽഫ് അത് നമുക്ക് എന്ത് ചെയ്യും, അത് ലോസ് ആവും. സോ ഈ ഒരു കാര്യമാണ് ഓറിയൻ്റലിസത്തിൽ പറയുന്നത്. ഓറിയൻ്റലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൾസ് കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ വിത്ത് വിച്ച് ദ വെസ്റ്റേൺ വേൾഡ് പെർസീവ്സ് ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ദ നറേറ്റീവ്സ് ഓഫ് ഹൗ വെസ്റ്റ് ഈസ് ദ ഈസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് വെസ്റ്റേൺ കൾച്ചർ ഈസ്റ്റേൺ കൾച്ചറിനെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പം ബ്രിട്ടീഷുകാർ കാണുന്ന രീതിയിലായിരിക്കണമെന്നില്ല ഇന്ത്യയിൽ നടക്കുന്ന കൾച്ചേഴ്സ്. സോ പക്ഷേ അവർക്കതൊരു ഫോൾസ് റെപ്രസെൻറ്റേഷനായിട്ടാണ് അവിടെ കാണുന്നത്. സോ അതാണ് ഓറിയൻ്റലിസം. ഓക്കെ.